Sir, I am +1 commerce CBSE lana padikkan povunathu. Anganeyana examiner +1 Jwala commerce batchil എനിക്ക് admission എടുക്കാൻ പറ്റുമോ? ഞാനൊരു CBSE സ്റ്റുഡൻ്റ് ആണ്. ഞാൻ +1 commerceും CBSE തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ +1 ജ്വാല ബാച്ച് എനിക്ക് കാര്യം ഉണ്ടാകുമോ? മക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +1 commerce അത് സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, അത് CBSE ആയിക്കോട്ടെ, നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന സിലബസ്, നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്സ് എല്ലാം സെയിം ടെക്സ്റ്റ് ബുക്സ് ആണ്. ദേ ആർ NCERT ടെക്സ്റ്റ് ബുക്സ്. അത് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും ഇതാണ്. ഇത് അപ്ലിക്കബിൾ ഏതൊക്കെ സബ്ജക്ട്സിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. അത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ നിങ്ങൾ മാത്സ് ആണ് എടുക്കുന്നത്, മാത്സ്. ഇത്രയും സബ്ജക്ട്സിന് സെയിം ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കും, സെയിം സിലബസ് ആയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഒരു രീതിയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ നമ്മുടെ +1 ജ്വാല ബാച്ച് CBSE കുട്ടികൾക്കും ഈക്വലി വാലിഡ് ആണ്. നിങ്ങൾക്കും ജോയിൻ ചെയ്ത് അടിച്ചു പൊളിച്ചൊരു വർഷം സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. ഇനി 2-3 എക്സെപ്ഷൻസ്, 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ +1 ജ്വാല കൊമേഴ്സ് ബാച്ചിനോടൊപ്പം നമ്മൾ ലാംഗ്വേജസിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ആ ലാംഗ്വേജസിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റേറ്റ് സിലബസിന് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. കാരണം അത് സയൻസിന് കൊടുക്കുന്ന അതേ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അത് CBSEക്കാർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പം നിങ്ങൾ കൊമേഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ മാത്സ്. അതൊരു കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടാവുള്ളൂ. അതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷും അതുപോലെ ലാംഗ്വേജസും നിങ്ങൾക്ക് കിട്ടില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഇനി സർ, ഈ എക്സാം പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് ശരിയാക്കുക? മക്കളെ, നിങ്ങൾ +1 CBSE പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് +1 ബോർഡ് എക്സാം ഇല്ല. അപ്പോൾ അവിടെ ഒരു എക്സാം പാറ്റേണിൻ്റെ ഒരു ക്വസ്റ്റ്യനെ അവിടെ വരുന്നില്ല. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് +1 മര്യാദയ്ക്ക് പഠിക്കുക. കാരണം പിന്നീട് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സസിനും അതുപോലെ ജോലിക്ക് പോകുമ്പോഴും ഈ +1 മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റും അതുപോലെ എക്സാംസും അല്ലാതെ വേറൊരു ബോർഡ് എക്സാം അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ CBSEയിൽ വ്യത്യാസം എന്ന് ഉണ്ടാവും എന്നുള്ള പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിന് അവിടെ ഒരു വലിയ പ്രസക്തിയില്ല. ഒബ്വിയസ്ലി സ്കൂളിൽ നിങ്ങൾ നടത്തുന്ന എക്സാമിന് ഒരു പാറ്റേൺ ഉണ്ടാകും. പക്ഷേ അത് ഓരോ സ്കൂൾസിലും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ സ്കൂൾസിലും ഓരോ ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന മെത്തേഡും അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചറും അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് അനായാസം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കൂളിലെ ടെസ്റ്റ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിലൊരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ് ക്ലാസ് കംപ്ലീറ്റ്ലി NCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അവിടെ സ്റ്റേറ്റ് സിലബസ് CBSE എന്നുള്ള വലിയ വേർതിരിവില്ല. ക്ലിയർ ആണല്ലോ? പക്ഷേ +2ലേക്ക് കയറുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ബോർഡ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന് സ്റ്റേറ്റ് സിലബസിനും CBSEയിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചെറിയ വ്യത്യാസമല്ല, കുറച്ചൊരു പാൽപ്പബിൾ എമൗണ്ട് ഓഫ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ +2ൽ നിങ്ങൾ +1 പഠിക്കുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കുറേ ആലോചിക്കേണ്ട. എക്സാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിക്കുക. +2ൽ നിങ്ങൾ കയറുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് സെപ്പറേറ്റ് ആയിരിക്കും. അതുപോലെ +2 CBSE കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സും അതുപോലെ നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സും ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സെഗ്രിഗേഷൻ നിങ്ങൾ ക്ലാസ്സിന് ശേഷം കിട്ടുമ്പോൾ, ക്ലാസ് നടക്കുമ്പോൾ അതിൽ സെഗ്രിഗേഷൻ ഇല്ല. കാരണം ക്ലാസ് നടക്കുമ്പോൾ NCERT ഫുള്ള് പഠിപ്പിക്കും. അത് നിങ്ങൾ സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും ഫുള്ള് പഠിക്കണം. എക്സാം പാറ്റേണിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ വരുമ്പോൾ ആ ഒരു സെഗ്രിഗേഷൻ നമ്മുടെ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ആ സെഗ്രിഗേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? CBSE കുട്ടികൾക്ക് CBSEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളും കാര്യമായിട്ട് കണ്ടാൽ മതി. സ്റ്റേറ്റ് സിലബസിൻ്റെ. അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻ +2ലായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? +2ൽ എത്തുമ്പോൾ ഓർത്ത് പേടിച്ചാൽ മതി. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, +1ൽ പേടിക്കേണ്ട. ഓൾസോ +2നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാച്ചിൽ +2ലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ ഈ +2ൻ്റെ ബാച്ച് നമ്മൾ അതേപോലെ തുടർന്ന് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടെ കൃത്യമായിട്ട് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബാച്ച് നിങ്ങൾക്ക് തരാൻ പോകുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ധൈര്യത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? +1 CBSE സ്റ്റുഡൻസിനും നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ നേരത്തെ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് തുടങ്ങാവുന്നതാണ്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ മക്കൾക്കും താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ആരെയാണോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീമാണ് എക്സാമിനറുള്ളത്. ആ അഡ്മിഷൻസ് ടീമിലെ മെമ്പറിനോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കും നിങ്ങളുടെ പേരൻസിനും കൺവിൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വർഷം കൊമേഴ്സ് പഠിക്കാം.